ആഹാര സാധനങ്ങൾ പോലും വലിച്ചെറിഞ്ഞ അവസ്ഥയാണ്. ഞങ്ങൾക്ക് കൊച്ചുങ്ങൾക്ക് പോലും വേവിച്ചു കൊടുക്കാൻ വയ്യാത്ത അവസ്ഥ വന്ന്. എന്റെ കുഞ്ഞാണെങ്കിൽ ഒരു ദിവസം പോലും ഇട്ട ഉടുപ്പുകളല്ല ഇതൊന്നും. എന്റെ യൂണിഫോം, എന്റെ കുഞ്ഞിന്റെ യൂണിഫോം ഞങ്ങൾക്ക് കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. എന്റെ ഒരു മെഷീൻ ഞാൻ വല്ലപ്പോഴും തച്ചെടുക്കുന്ന ഒരു മെഷീനാണ്. ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം എന്ത് തെറ്റ് ഞങ്ങൾ ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇത് മൊത്തവും ഇതായിപ്പോയി. ഇനി അത് എന്തുമാത്രം ഞങ്ങൾക്ക് കൊച്ചുങ്ങൾക്ക് ഒരു നാഴിയേരിയിട്ട് വേവിച്ചെങ്കിലും കൊടുക്കാൻ പോലും പറ്റത്തില്ല. ഇതെല്ലാം എന്തോ ഭാഗ്യത്തിന് ഗ്യാസും അത് പൊട്ടിത്തെറിച്ചില്ല. എന്ത് പൊട്ടിത്തെറിച്ചെങ്കിൽ ഞങ്ങൾ എല്ലാരും ഈ വീട്ടിനകത്ത് കത്തിപ്പോയേനെ. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങിയത് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. വേറെ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ എന്റെ ഒരു അക്ഷയ കിടന്ന് ഞാൻ കഴുകിയിട്ടിരുന്ന ഒരു ബെഡ്ഷീറ്റ് കത്തിച്ച് ഒരു ടാർപ്പയ്ക്കകത്ത് എറിഞ്ഞിട്ടുണ്ട്. അത് കത്തി വിറവ് ഇത്രയും കത്തി എരിഞ്ഞു പോയി. ഇത് ഇത്രയും കത്തി എരിഞ്ഞു പോയി. അത് ഞങ്ങളെ കണ്ടില്ല. ഞങ്ങൾ ഉറങ്ങി കിടന്നത് കൊണ്ട് ഞങ്ങൾ അറിഞ്ഞത് കൊണ്ട് ഇത് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ മൊത്തവും പോയേനെ. കസേരകള്, പിന്നെ എന്റെ മാമി തൊഴിലുറപ്പിന് പോകുന്നൊരു തൊഴിൽ ബുക്കാണിത്. അത് വരെ കത്തിപ്പോയി. അതിനകത്ത് ചെറിയ ചില്ലറ വരെ ഉണ്ടായിരുന്നു. അത് വരെ കത്തിപ്പോയി. എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളായിട്ട് ഇത്രയും വൈരാഗ്യം ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പല പ്രാവശ്യം പുതിയ മേലിൽ ഞങ്ങളൊരു ചെറിയൊരു വീട് വെക്കാണ്ടിരിക്കുന്നു. അതിനകത്ത് അത് വരെ അതിന്റെ ഗ്ലാസ് വരെ അടിച്ചു പൊട്ടിച്ച്. മുമ്പാണെങ്കിൽ 2-3 പ്രാവശ്യമായി വണ്ടികൾ അടിച്ച് പല പ്രാവശ്യങ്ങളിലായിട്ട് പൊട്ടിച്ച്. എന്തോ ഞങ്ങളിങ്ങനെ ജീവിക്കാൻ ഒരു വിധത്തിൽ അനുവദിക്കത്തില്ല. കല്ലുകൾ പറക്കി എറിഞ്ഞ്. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ലൈറ്റുകൾ വെട്ടമെല്ലാം തീയെല്ലാം അണച്ചതിന് ശേഷമുണ്ട് അവിടുന്ന് കല്ലുകൾ പറക്കി. 3 കല്ലുകൾ പറക്കി. ഈ കല്ലാണ്. ഈ കല്ല് വേറെ 2 കല്ലുണ്ടായിരുന്നു. ആ കല്ലുകൾ പറക്കി എറിഞ്ഞ് അതിലേക്കൂടെ ഓടിയത്. അവ ഓടി കഴിക്ക് റബ്ബറിന്റെ ഇത് വന്ന് ചില്ല പിടിച്ചൊടിച്ച്. ഓയൂര് വട്ടപ്പാറ, കൊല്ലം ജില്ലയിലെ ഓയൂര് വട്ടപ്പാറയാണ് ഈ സംഭവം. ഇന്നലെ രാത്രി 3 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ രാവിലെ ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് ഒരാളിങ്ങനെ ഇറങ്ങി ഓടുന്നതായിട്ട് കണ്ട്. ഇത് പല പ്രാവശ്യമായി. ഒരു പ്രാവശ്യം ഞങ്ങൾ പോലീസിന് കേസ് കൊടുത്തതാ. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ആനുകൂല്യങ്ങളും കിട്ടിയില്ല. ഇവിടെ CCTV ക്യാമറകളോ ഒന്നുമില്ല. അധികാരിയാണ് ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് ഇത് ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ. ഞങ്ങളെ കൊണ്ട് നിവർത്തിയിൽ ഇനി വയ്യാത്തൊരു മനുഷ്യനാണ് ഇറങ്ങിപ്പോയി അന്നന്ന് കൊണ്ടുവന്നാണ് ഞങ്ങൾ ഈ വീട് കഴിഞ്ഞു പോകുന്നത്. അതിന്റെ ചെലവിലാണ് ഇവിടെ മുമ്പ് ഒരു മാമ ഉണ്ടായിരുന്നു. ആ മാമ മരിച്ചു പോയിട്ട് ഇപ്പം 2 വർഷം ആവുന്നതേ ഉള്ളൂ. ഈ ഒരു ചെലവിലാണ് ഈ കുടുംബം മൊത്തവും പോകുന്നത്. വയ്യാത്തൊരു മാമിയാണ് അത്. അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ. മെമ്പർ ഞങ്ങൾ പറഞ്ഞു. പക്ഷെ മെമ്പർ ഇതുവരെ വന്നിട്ടില്ല ഇവിടെ. മെമ്പർ വന്നിട്ടില്ല ഇവിടെ. മെമ്പറെ ഞങ്ങൾ അറിയിപ്പിച്ചു. മെമ്പർ ഇതുവരെ വന്നിട്ടില്ല. പോലീസ് ആ സമയത്ത് തന്നെ വന്നു. അന്നേരം അവര് തന്നെ പറഞ്ഞു പഴയ കേസ് എല്ലാം കൂടെ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു. കേസ് ബലപ്പിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു സാറന്മാര് ആരും ഈ വീട്ടിൽ വന്നിട്ടില്ല. നിങ്ങളല്ലാതെ വേറെ ആരും ഇവിടെ വന്നിട്ടില്ല. എന്താന്ന് ചോദിക്കാൻ പോലും ആരുമില്ല.